ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്ലൻ ബീഫ് ചില്ലിയുടെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കീപ് വാച്ചിങ് ഗൈസ്. ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ബീഫ് നമ്മൾ ഫസ്റ്റിൽ കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് നമ്മളിത് പാകത്തിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് പിച്ചി എടുക്കുന്നുണ്ട് ഞാൻ ഈ ബീഫ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് ബീഫ് ചില്ലി റെഡിയാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് വഴന്ന് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ബീഫിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നില്ല ബീഫ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇടയ്ക്ക് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ബീഫ് ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടെടുക്കുക.
അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത ശേഷം നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റ് ആണ്. എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ ബീഫ് ചില്ലി ആണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.